ഓം ശാന്തി. തൻ്റെ ജീവിതത്തിൽ വിജയം നേടിയെടുത്ത എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫാക്ടർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒഴിവ് കഴിവുകളെ എനിക്കറിയില്ല എന്ന് പറയുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകൾ. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്ന ആളുകളാണെങ്കിൽ, നിരന്തരം തോൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ ഒഴിവുകഴിവ് കണ്ടെത്തുന്നതിൽ എക്സ്പേർട്ട് ആവാനാണ് സാധ്യത. 90% കാര്യമാണ് പറയുന്നത് കേട്ടോ. 10% വേറെയും കാരണങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തായാലും ഇന്ന് ഒഴിവ് കഴിവുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗമാണ് ആലസ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശത്രുവാണ് ആലസ്യം എന്ന് പറയുന്നത്. ആലസ്യം എന്നൊരു സാധനം നമ്മൾ വിഴുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതിന് കാരണങ്ങൾ ഉണ്ടാക്കി അതിന് നിവാരണം എനിക്ക് ആവില്ല എന്ന് 100 കാര്യം പറഞ്ഞാലും അതിനൊക്കെ ഒരു കാരണം കണ്ടെത്താനായിട്ട് എക്സ്പെർട്ട് വക്കീലായിട്ട് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ഈ വക്കീൽ നമ്മളോട് വാദിക്കാൻ വരിക എന്ന് നേരത്തെ പഠിച്ച ഈ കേസിൽ നമുക്ക് ജയിക്കാം. ഒരു കേസ് ജയിക്കണമെങ്കിൽ എപ്പോഴും എങ്ങനെയാണ്, ആ കാര്യത്തിൽ എന്തൊക്കെ വാദത്തിന് കൊണ്ടുവരാനുള്ളതായിട്ടുള്ള തെളിവുകളുണ്ട് അല്ലെങ്കിൽ കാരണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയ ജയിക്കാം. അതുപോലെ മനസ്സെന്ന വക്കീൽ നമ്മളോട് വാദിക്കാൻ വരുമ്പോൾ അതിനെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് കുറേ ആളുകളായി എന്നോട് ചോദിക്കുന്നു, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, എന്നിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കണം എന്ന് വിചാരിക്കുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. PSC എഴുതണം, റാങ്ക് വാങ്ങണം, ജോലി വാങ്ങണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. എനിക്ക് എല്ലാ കാര്യവും വീട്ടിൽ നന്നായി ചെയ്യണം തോന്നുന്നു, പക്ഷെ എനിക്ക് വയ്യാതെയാവുന്നു, എനിക്ക് പറ്റുന്നില്ല. മേലുവേദന, കാലുവേദന, തലവേദന, ഇനി എന്തൊക്കെ വേദനയാണ് വരണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു 100 കൂട്ടം കാരണങ്ങളുമായിട്ട് കുറേ ചോദ്യങ്ങളായി കുറേ ആളുകൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അവർക്ക് എല്ലാത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മനസ്സെന്ന വക്കീൽ വാദിക്കാൻ വരുന്ന കാര്യമാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് വയ്യ. ഒന്നാമത്തെ കാരണം അവിടെയാണ് കണ്ടെത്തുക. പലപ്പോഴും അവർ പേഷ്യൻസ് ആ വേദന അനുഭവിക്കുന്നുണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടറാണ്. മനസ്സ് രോഗമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട്, പരാക്രമം എടുക്കുന്നുണ്ട്, ആഹാരം ഇറങ്ങാതെ വരുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ വരുന്നു, ശബ്ദം കിട്ടാതെ വരുന്നു, ശരീരം തളർന്നു പോകുന്നു, നടക്കാൻ പറ്റാതായി പോകുന്നു, തല ചുറ്റിപ്പോകുന്നു. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതിനെ നമുക്ക് ഡോക്ടർമാർക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, പക്ഷേ മനസ്സിൽ സങ്കല്പധാരയെ മാറ്റിയാൽ മാറ്റാൻ പറ്റും. ഞാൻ കണ്ടെടുത്തോളം ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് ആയിട്ടും നമ്മുടെ മനസ്സിനുള്ളിൽ ആലസ്യം, ഭയം, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫീലിങ്സ് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടെത്തുന്ന ഒഴിവുകഴിവാണ്, അയ്യോ എനിക്കിന്ന് തീരെ നിൽക്കാൻ വയ്യ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുക? അയ്യോ എനിക്കിന്ന് വയ്യ, എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് തല ചുറ്റുന്നോന്ന് തോന്നുന്നുണ്ട്, പോകുമ്പോൾ വീണാലോ, അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ സ്വന്തം മനസ്സിനുള്ളിൽ നിന്ന് പല രോഗങ്ങളെ കണ്ടെത്തുകയും നിരന്തരമായിട്ട് മനസ്സിനുള്ളിൽ എനിക്ക് ആ രോഗമാണെന്ന് പറയുമ്പോൾ അത് ശരീരം ആ പെയിൻ മാനസികമായിട്ടാണെങ്കിൽ പോലും അത് അനുഭവിക്കാനായിട്ട് തുടങ്ങും. ശാരീരികമായിട്ട് പതുക്കെ പതുക്കെ രോഗത്തിലേക്ക് അത് നമ്മളെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നാമത്തെ ഒഴിവ് കണ്ടെത്തുന്നത്, എനിക്ക് ഇത് വയ്യ, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് തീരെ നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററുകളിൽ മെഡിറ്റേഷൻ റിട്രീറ്റ് പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അരമണിക്കൂർ ഇരിക്കാൻ പറ്റില്ല, 1 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ പറയും, സാരമില്ല, നിങ്ങൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കിലേറ്റ് ഹാളിൻ്റെ പുറകിൽ നടന്നു, സാറിൽ എന്നാൽ ഇരിക്കുക എന്ന് പറഞ്ഞിരുത്തി കഴിയുമ്പോൾ ആ 3 ദിവസം 4 ദിവസം റിട്രീറ്റ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അവർ പോകുമ്പോഴത്തേക്കും അവരെ കൈവേദന മാറി, കാലുവേദന മാറി, കൈ പൊന്തിക്കാൻ പറ്റുന്നു, എനിക്ക് രോഗം മാറിയിരിക്കുന്നു, ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞ അനുഭവം പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. ഒന്നാമത് മനസ്സ് ഈ ശരീരത്തിൻ്റെ രോഗത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഈശ്വരനിൽ മുഴുകുമ്പോൾ ആ പോസിറ്റീവ് എനർജി രോഗം ഉണ്ടെങ്കിൽ തന്നെ രോഗം മാറ്റും. പലപ്പോഴും അത് സൈക്കോസൊമാറ്റിക് ഡിസീസസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യണം എന്ന ദൃഢസങ്കല്പം വന്നാൽ, ഞാൻ നിങ്ങൾക്ക് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് വായിൽ മരുന്ന് നേഴ്സ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ബെഡിൻ്റെ അടിയിൽ ഒരു ടൈം ബോംബ് വെച്ചിട്ടുണ്ട് എന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് പൊട്ടുകിട്ടോ എന്ന് പറയുമ്പോൾ,
പൊട്ടിയ അതോടെ എൻ്റെ വേദനയൊക്കെ ഇല്ലാണ്ടാവില്ല എന്ന് ഒരു പേഷ്യൻറ്റും പറയുന്നില്ലല്ലോ. എഴുന്നേറ്റ് ഓടല്ലേ ചെയ്യുന്നത്. അപ്പം മനസ്സിനുള്ളിൽ ശക്തി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നിരന്തരമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഒഴിവ് കഴിവിനെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ, പഠിക്കാനിരിക്കുമ്പോഴേക്കും തലവേദന വരുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞേക്ക്, ഒരു കുഴപ്പമില്ല, 1 മണിക്കൂർ തലവേദന അനുഭവിച്ച് പഠിച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാൻ പഠിച്ചിരിക്കുമെന്ന്. 1 മണിക്കൂർ പഠനം കഴിയുമ്പോൾ ചിലപ്പോൾ തലവേദന പോയിട്ടുണ്ടായിരിക്കും. ചിലർക്ക് പഠിക്കാനിരിക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരുന്നു, കോട്ടുവായി വരുന്നു, ഇരിക്കാനേ പറ്റുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടുവച്ചോ, കുറച്ചായിട്ട് കുടിച്ചിട്ട് പഠിച്ചോ. കുറച്ച് ദിവസം നാളെ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ആ ദാഹവും ആ ഛർദ്ദിക്കാമലൊക്കെ മറന്നു പോകാൻ തുടങ്ങും, പഠിപ്പ് രസിക്കാൻ തുടങ്ങുമ്പോൾ. ഇങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും ശരിയാണ്, നമ്മൾ ആ കാര്യം ചെയ്യണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി കുറച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സുഖം നമ്മുടെ മനസ്സ് അനുഭവിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് യാതൊരു സംശയവുമില്ല, ഈ രോഗത്തിൻ്റെ ഒഴിവ് കഴിവ് അവിടെ നമ്മളടുത്ത് മറക്കും. നമ്മൾ തിരക്കാവും, അപ്പോൾ അത് നമ്മുടെ അടുത്ത് വരാൻ മറക്കും. അങ്ങനെ നമുക്ക് ആ ഒരു ഒഴിവ് കഴിവ് നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തെ ഒഴിവ് കഴിവ് പറയുന്നതാണ് എനിക്ക് ബുദ്ധിയില്ല. ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ലോകത്ത് IQയിൽ നമ്പർ 1 ആയവർ ലോകത്തെല്ലാം നേടിയിട്ടൊന്നുമില്ല. IQ അത്ര ഹൈ അല്ലെങ്കിലും അവരുടെ EQ അഥവാ അവരുടെ ചിന്താധാരേനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകൾ അവർ ലോകത്ത് വലിയ ഡിഗ്രി ഒന്നും നേടിയില്ല. നമുക്കറിയാലോ, ധീരുഭായ് അംബാനി അല്ലെങ്കിൽ സ്റ്റീവ് ജോബ് ആവട്ടെ, ഇന്നത്തെ ലോകത്തുള്ളവരും മുന്ന കാലഘട്ടത്തിലുള്ളവരുമായിട്ടുള്ള നിരവധി എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചു നോക്ക്. ഒറ്റ കാര്യം മാത്രം, ബുദ്ധിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ സപ്പോർട്ടായിട്ട് സഹായിയായിക്കൊണ്ട് ഈ ലോകത്ത് നമുക്ക് വലിയൊരു നിധി തന്നെയുണ്ട്. എന്താണെന്നറിയോ? ബുക്സ്. ജയിച്ച ആളുകളുടെ ജീവിതത്തിൽ ജയിച്ച വ്യക്തികളുടെ ജീവിത കഥകൾ, അവരെഴുതിയ ബുക്സ്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കൂ. നമുക്ക് മനസ്സിലാക്കും. വായനയുടെ ലോകത്ത് പറക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം, ലോകത്ത് ഡിഗ്രികൾ നേടിയവർ മാത്രം പോയിട്ട് ഹൈറ്റ്സിൽ എത്തിയിട്ടല്ല, ഹൈറ്റ്സിൽ എത്തിയ ശേഷം പല ഡിഗ്രികൾ നേടിയെടുത്ത ആളുകളുണ്ട്. ഡിഗ്രികൾ നേടിയതിൻ്റെ ആധാരത്തിൽ വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് എനിക്ക് ജയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തെറ്റാണ്. സാധാരണ എഡ്യൂക്കേഷനിലോടുകൂടി മനസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോയവർ ലോകത്ത് വലിയ ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ബുദ്ധി എനിക്ക് കുറവ് എന്ന് പറയുന്നത് തെറ്റാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈവൻ കൊച്ചു കാര്യങ്ങളിൽ ഞാൻ ഓർത്തു പോകും, ഒരിക്കൽ ഹെൻറി ഫോർഡ് ഒരു മാഗസിൻ അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാനനഷ്ടത്തിന് വേണ്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്തവൻ, പഠിപ്പില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആ മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു അത്രേ. അങ്ങനെ കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ വക്കീലന്മാർ ഇദ്ദേഹത്തിനൊരു അറിവും ഇല്ല എന്ന് പറയാൻ വേണ്ടിക്കൊണ്ട് തന്നെ വിശ്വമഹായുദ്ധം ആരംഭിച്ച ഏത് വർഷമായിരുന്നു, ഈ രീതിയിലുള്ള ജനറൽ നോളജിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അതിന് അറിയില്ലായിരുന്നു. അപ്പോൾ തുറന്നു പറഞ്ഞു അദ്ദേഹം, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എൻ്റെ ഓഫീസിനുള്ളിൽ ഇരുന്നിട്ട് എൻ്റെ ചാമ്പറിൽ ഞാനൊന്ന് വിരലമർത്തിയാൽ നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ ഡീറ്റെയിൽസ് തരാനുള്ള 5 വ്യക്തികളെ എൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റും. എനിക്ക് അത്രയും ആവശ്യമുള്ളൂ, കാര്യം നടത്തേണ്ട കാര്യമുള്ളൂ. അനാവശ്യമായിട്ടുള്ള എല്ലാ മെസ്സേജും എൻ്റെ തലയിൽ നിറച്ചിട്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നില്ല. തോറ്റ ആളല്ല, ജയിച്ച ആളാണ് ഹെൻറി ഫോർഡ്. നിങ്ങൾക്കറിയാലോ, ഇത്തരത്തിൽ എത്രയോ എക്സാമ്പിൾസ് നമുക്ക് ഈ ലോകത്ത് കാണാൻ കിട്ടും. അതുകൊണ്ട് ഈ ലോകത്തുള്ള ഈച്ച് ആൻഡ് എവറി ഇൻഫോർമേഷൻ തലയിൽ കയറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്നുണ്ടോ? ഒരിക്കലുമല്ല. നമുക്ക് വേണ്ടതായിട്ടുള്ള ഫീൽഡിൽ സമചിത്തതയോടുകൂടി മനസ്സിൻ്റെ ഉച്ചനീചത്വങ്ങളിൽ നിയന്ത്രണമാണ് ആവശ്യം. ഇമോഷണലി വീക്കായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു, അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായി തീരുമാനം എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയുന്ന മനസ്സുകൊണ്ട് ഒരിക്കലും വിജയം നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധി കുറവായതുകൊണ്ടാണ് ഞാൻ ജയിക്കാത്തത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബുദ്ധിയല്ല ആവശ്യം, മനസ്സിൻ്റെ സമചിത്തത അഥവാ EQ ബാലൻസിങ് ആണ് ആവശ്യം. EQ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ ജയിച്ചവരും സ്വന്തമാക്കിയതായിട്ടുള്ള ഫോർമുല നിങ്ങളും സ്വന്തമാക്കൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അരമണിക്കൂറെങ്കിലും മിനിമം ഈശ്വരൻ്റെ സ്മൃതിയിൽ സ്വയം മറന്നുകൊണ്ട് അവനവൻ്റെ അന്തരാത്മാവിലേക്ക് വലിഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ ഫുൾ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയുമെങ്കിൽ, ആ ഈശ്വരൻ്റെ ശക്തിയെ ആനന്ദത്തോടെ നമ്മളിൽ നിറയ്ക്കാൻ കഴിയുമെങ്കിൽ മനസ്സിൻ്റെ ബാലൻസിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. എത്ര തന്നെ മോശമായ സാഹചര്യം വരുമ്പോഴും വിപതി ധൈര്യം എന്നൊന്ന് ഒരു മനുഷ്യന് ജയിക്കാൻ വേണ്ടതായിരിക്കുന്ന അമൂല്യമായിട്ടുള്ള നിധിയാണ്. ആദ്യ നിധി നിങ്ങൾക്ക് വേണോ? തീർച്ചയായിട്ടും രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ നമ്മുടെ EQ ബാലൻസ് ചെയ്യാം. IQ നിരന്തരമായിട്ടുള്ള വായനയിലൂടെയും പഠനത്തിലൂടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ബുദ്ധി കുറവാണ് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതും ഒഴിവ് കണ്ടെത്തൽ മാത്രമാണ്. പിന്നെ മൂന്നാമത്തെ
രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് നോളജ് കുറവാണ് എന്നുള്ളതാണ്. നോളജ് ഈ ലോകത്തെ ഏത് കാര്യമാണോ നമുക്ക് വേണ്ടത് അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള നോളജ് നേടാൻ ഏതാനും മാസങ്ങൾ മതി. പണ്ടത്തെ കാലം പോലെ ഇന്ന സ്ഥലത്ത് പോയിട്ടേ എനിക്കൊരു കാര്യം പഠിക്കാൻ പറ്റൂ, പോയിട്ടേ നേടാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴില്ല. വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു വിരലിനെ മൊബൈലിൽ 2 ക്ലിക്ക് കൊടുത്താൽ എന്തും പഠിക്കാവുന്ന ലോകം. അതുകൊണ്ട് ഏത് ഫീൽഡാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഒരു കാര്യം ഞാൻ പറയാം, പഠിക്കാതെ ഒരു അറിവും ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് വേണ്ടി കാല് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും അബദ്ധങ്ങൾ കൊണ്ട് എത്തിക്കുകയും അബദ്ധങ്ങൾ തിരുത്തി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവുകയൊക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരിക്കും വരെ നമ്മൾ സ്വന്തമായി കൊണ്ടുപോകേണ്ടതായിരിക്കുന്ന ഒരു നിധിയാണ്. പറ്റാവുന്നത്ര സമയം സീരിയൽ കണ്ടും സിനിമ കണ്ടും അവരോട് ഇവരോടും ഗോസിപ്പ് പറഞ്ഞും അവരുടെ കഥ പറഞ്ഞും ഇവരുടെ കഥ പറഞ്ഞും വേണ്ടാത്ത എന്തൊക്കെയോ ന്യൂസുകൾ കണ്ടും മനസ്സും സമയവും നഷ്ടമാക്കുന്നതിന് പകരം നമുക്ക് പഠിക്കേണ്ട അറിയേണ്ട മേഖലയിലൂടെ നമ്മൾ നിയന്ത്രണമായിട്ട് കൊണ്ടുപോകാമെങ്കിൽ നോളജ് ആർജിക്കാൻ ഇത്രമാത്രം സൗകര്യമുള്ള ഒരു ലോകം വേറെ ഒന്നും തന്നെയില്ല. പുരാതന കാലത്ത് ഋഷിമുനിമാരുടെ ശിഷ്യന്മാരായിക്കൊണ്ട് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചിട്ടായിരുന്നു ജ്ഞാനാർജനത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം വീട്ടിൽ സ്വന്തം മൊബൈലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്ത നോളജ് ഒന്നുമില്ല. അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ, സ്വന്തം ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി സ്വയം ഇച്ഛയും പരിശ്രമവും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് ആരും എടുക്കരുത്. അതും നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന എക്സ്ക്യൂസാണ്. നോളജ് നിങ്ങൾക്ക് എവിടെ നിന്നും ആർജിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയുക, ഞാനൊരു ഭാഗ്യദോഷിയായി പോയി, എന്ത് ചെയ്യാം? ഭാഗ്യം എന്നത് മേലെയുള്ള ഒരാൾ തലയിൽ വരച്ചു വിട്ടതൊന്നുമല്ല, സ്വന്തം കർമ്മം കൊണ്ടുണ്ടാക്കിയതാണ്. ഇന്നലത്തെ കർമ്മം കൊണ്ട് ഇന്നെൻ്റെ ഭാഗ്യത്തിൽ എന്തെങ്കിലും ദോഷം വന്നുവെങ്കിലും ഡോണ്ട് വറി, ഇന്ന് ഈ നിമിഷം നമ്മുടെ കയ്യിലാണ്. ഓരോ നിമിഷവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ചെയ്യൂ. ഏറ്റവും നല്ല പരിശ്രമം മനസ്സും ബുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ, ഈശ്വരനുള്ള പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുമെങ്കിൽ, ഞാൻ ഓർമ്മിക്കും ഇന്നത്തെ മഹാവാക്യത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നു, ഒരു കാലടി നിങ്ങളുടെ ആണെങ്കിൽ 1000 മടങ്ങ് ഈശ്വരൻ നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈശ്വരനോട് പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഭഗവാനെ തൻ്റെ കൂട്ടുകാരനാക്കി, ഭാഗ്യവിധാതാവ് നമ്മുടെ കൂട്ടുകാരനാവുമ്പോൾ, ഭാഗ്യവിധാതാവ് നമ്മുടെ അച്ഛനാകുമ്പോൾ ആ കുട്ടിക്ക് ഭാഗ്യത്തിൽ എവിടെയാ കുറവുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മയുടെ കയ്യിൽ പേന കൊടുത്തിട്ട് നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം നിങ്ങൾ വരച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ അമ്മ ഏറ്റവും ബെസ്റ്റായിട്ട് ഭാഗ്യരേഖ ഏത് വരയ്ക്കണോ അതേ വരയ്ക്കൂ. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയായിരിക്കുന്ന ബ്രഹ്മാവ് നമുക്ക് അമ്മയായിട്ടും സ്വയം പരമാത്മാ ഭഗവാൻ നമുക്ക് അച്ഛനായിക്കൊണ്ടും ഭാഗ്യമുണ്ടാക്കാൻ വേണ്ടി നമ്മളെ തയ്യാറാക്കുന്ന സമയമാണ്. അമ്മയുടെ രൂപത്തിൽ ഭഗവാൻ ഭാഗ്യരേഖ വരയ്ക്കാൻ വന്ന സമയമാണ്. ആ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്വന്തം ഭാഗ്യത്തെ പഴിക്കാതെ സ്വന്തം ഭാഗ്യം ഉണ്ടാക്കുന്നത് കർമ്മം കൊണ്ടാണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും പോസിറ്റീവായിട്ടുള്ള തോട്ട്സും പോസിറ്റീവായിട്ടുള്ള വേർഡ്സും പോസിറ്റീവായിട്ടുള്ള ആക്ഷനുമായിക്കൊണ്ട് മുന്നോട്ട് പോയി നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാഗ്യം ഉണ്ടാക്കാൻ നമുക്കേ സാധിക്കൂ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഒഴിവുകളായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധ്യത. മനസ്സെന്ന വക്കീൽ വാദിക്കാൻ വരും. ഈ 4 പോയിന്റ് പറഞ്ഞിട്ട് എൻ്റെ ആരോഗ്യം ശരിയല്ല, എനിക്കത്ര ബുദ്ധിയില്ല, എനിക്കത്ര അറിവില്ല, എൻ്റെ ഭാഗ്യം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 കാര്യം പറഞ്ഞ് വാദിക്കാൻ വരുമ്പോഴും മനസ്സിനോട് പറഞ്ഞോളെ, എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ കളി, ഇതിൻ്റെ ഒക്കെ ഉത്തരം എനിക്കറിയാമെന്ന് തിരിച്ചു വാദിച്ച് ജയിച്ച് ജയം നമ്മുടെ സ്വന്തമാക്കി മാറ്റണം. അങ്ങനെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സദാ വിജയികളായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.